വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൂണ ഫിഷ് കറിയാണ്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ടൂണ ഫിഷ് എടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 2ആയിട്ട് കീറിയത്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, പുളി, ഉലുവ, കടുക്, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെക്കണം. 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്ത് പൊടി ഒന്ന് വഴന്നു വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 4 ചെറിയ പുളിയുടെ കഷ്ണമാണ് എടുത്തേക്കുന്നത്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ സ്റ്റൗവിൽ അങ്ങനെ വെക്കണം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ടൂണ ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഫിഷ് എല്ലാം കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റി എണ്ണയെല്ലാം മേളിൽ തെളിഞ്ഞു വരുന്നൊരു പരുവമായിട്ട് വരണം. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ. നമ്മളുണ്ടാക്കിയ മീൻകറി ഒന്ന് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ആദ്യം കുറച്ച് ചാറെടുക്കാം. ചോറിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ചുണ്ടും പയറും ചോറിൻ്റെ നടുക്കോട്ട് കുറച്ച് വെക്കാം. ഈ അവിയലിനകത്തുനിന്ന് ഈ കിഴങ്ങെടുക്കാം. കുറച്ച് മീനിൻ്റെ കഷ്ണം കൂടി എടുത്ത് നന്നായിട്ട് ചോറിലിട്ടൊന്ന് കുഴച്ച് ഒരു ഉരുളയാക്കി നമുക്കൊന്ന് കഴിച്ച് നോക്കാം എന്താണ് ടേസ്റ്റ് എന്ന്. കൊള്ളാം കേട്ടോ, സൂപ്പറാണ്. പുളിയും നല്ല എരിവും എല്ലാം ഉണ്ട് പാകത്തിന്.
വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.